10 മിനിറ്റ് കൂടുതലായാലും കുഴപ്പമില്ല. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പരിശുശ്രൂഷയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധനായ സ്വർഗസ്ഥ പിതാവേ, നന്ദിയോടും സ്തോത്രത്തോടും കൂടെ ഞങ്ങൾ അവിടുത്തെ മുൻപാകെ ആയിരിക്കുന്നു. കർത്താവേ, അവിടുത്തെ വചനത്തിൻ്റെ മുൻപാകെ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ അവിടുന്ന് തുറക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനത്തിലൂടെ അവിടെ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവേ, ഈ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ. കർത്താവേ, അടിയനെയും അവിടുത്തെ കരങ്ങളിൽ തരുന്നു. അടിയൻ്റെ അതിരങ്ങളെ അവിടുന്ന് എടുത്ത് ഉപയോഗിക്കണമേ. അതിൻ്റെ കുറവുകളും പോരായ്മകളും ഒന്നും കണക്കിടാതെ അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ അവിടുത്തെ വചനം പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം അടിയനെ ശക്തീകരിക്കണമേ. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു, യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞു. അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ ശീമോനും അവന്റെ സഹോദരനായ ആന്ത്രയോസും കടലിൽ വല വീശുന്നത് കണ്ട് അവൻ മീൻ പിടിക്കുന്നവർ ആയിരുന്നു. യേശു അവരോട്, എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. ഉടനെ അവർ വല വിട്ട് അവനെ അനുഗമിച്ചു. അവിടെ നിന്ന് അല്പം മുന്നോട്ട് ചെന്നപ്പോൾ സെബദിയുടെ മകനായ യാക്കോബും അവന്റെ സഹോദരനായ യോഹന്നാനും പടകിലിരുന്ന് വല നന്നാക്കുന്നത് കണ്ടു. ഉടനെ അവരെയും വിളിച്ചു. അവർ അപ്പനായ സെബദിയെ കൂലിക്കാരോടുകൂടെ പടകിൽ വിട്ട് അവനെ അനുഗമിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ വചനം ശ്രവിച്ചപ്പോൾ 2 ചോദ്യങ്ങൾ അവിടെ നമ്മൾ കേട്ടു. ഒന്ന്, ആദാമേ നീ എവിടെ? ബൈബിളിലെ ആദ്യത്തെ ചോദ്യമായിരുന്നു അത്. രണ്ടാമത് ഹാവേലിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിന്റെ സഹോദരൻ എവിടെ? ഈ 2 ചോദ്യവും ദൈവം ആണ് ചോദിക്കുന്നത്. നമ്മൾ ഇന്ന് വീണ്ടും ദൈവവചനത്തിന്റെ മുൻപാകെ ആയിരിക്കുമ്പോൾ ഞാനിവിടെ ഒരു ചോദ്യം ഉയർത്തുന്നത്, വിശ്വാസികൾക്ക് മാനസാന്തരം ആവശ്യമാണ്. വിശ്വാസികൾക്ക് മാനസാന്തരത്തിന്റെ ആവശ്യകത ഉണ്ടോ? നമ്മൾ മാനസാന്തരപ്പെട്ട് കർത്താവിനെ സ്വീകരിച്ച് അവന്റെ രക്ഷ ഏറ്റെടുത്ത് സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്നവരാണ്. ഇനി നമുക്ക് മാനസാന്തരം ആവശ്യം ഉണ്ടോ? ഇന്ന് രാവിലത്തെ ആരാധനയുടെ ചിന്തയിൽ സഹോദരൻ നമ്മളോട് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്ന് സംസാരിച്ചു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 2-3 അധ്യായം 7 സഭകൾക്കുള്ള ദൂത് ആകുന്നു. 7 സഭ എല്ലാ കാലത്തുമുള്ള സഭകളാണ് എന്ന് നമുക്കറിയാം. ഈ 7 സഭയോട് കർത്താവ് സംസാരിക്കുമ്പോൾ അവരുടെ ആ സഭയുടെ നന്മകളെ ഓരോന്നായിട്ട് എടുത്ത്
പറഞ്ഞ് പ്രശംസിക്കുന്നുണ്ട്. അവരുടെ നന്മകളെ പ്രശംസിച്ചതിന് ശേഷം അവരുടെ കുറവുകളെയും ചൂണ്ടിക്കാണിച്ചിട്ട് അവരോട് പറയുന്ന കാര്യം മാനസാന്തരപ്പെടുവാൻ. അപ്പൊ എഫേസ്യ സഭയോട് പറയുമ്പോൾ നിന്റെ ആദ്യ സ്നേഹത്തിൽ നിന്ന് നീ വിട്ടുപോയി, അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വരിക. ഓരോ സഭയോടും മാനസാന്തരത്തിന്റെ ആവശ്യകതയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം നമ്മള് പലപ്പോഴും ഞാൻ രക്ഷിക്കപ്പെട്ടതാ, ഞാൻ മാനസാന്തരപ്പെട്ടതാ, ഇനി എനിക്ക് എങ്ങനെ വേണേലും ജീവിക്കാം. പലപ്പോഴും നമ്മൾ അങ്ങനെ കാണുന്നത് കൊണ്ട് തുടർമാനമായിട്ടുള്ള ഒരു മാനസാന്തരത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കാണാറില്ല. അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവർ ചോദിക്കും, നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മർക്കോസിന്റെ സുവിശേഷം നാം ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്ത് കാണുന്നത്, ആദിമ ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ അവര് വലയും പടകും വിട്ട് ഉപേക്ഷിച്ച് കർത്താവിനെ പിന്തുടർന്നു. ഈ വിട്ട വലയെയും പടകിനെയും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇതേ ശിഷ്യന്മാര് തന്നെ അവര് വിട്ടുപോയ പടകും വലയും തിരിച്ചെടുക്കുന്നതായിട്ട് നമുക്ക് പിന്നെ കാണാം. അവര് കർത്താവിന്റെ പുനരുത്ഥാനത്തിന് ശേഷവും പത്രോസ് പറയും, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. മറ്റു ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളും അവരെ എടുത്തതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ വിശ്വാസത്തിൽ വന്നിട്ട്, നിങ്ങളും ഞാനും വിശ്വാസത്തിൽ വന്നപ്പോൾ വിട്ട പല സാധനങ്ങളും തിരികെ എടുത്തിട്ടുണ്ട്. നമ്മുടെ വിശ്വാസത്തിൽ വരുമ്പോൾ നമ്മുടെ കഥ പറയും, ഇല്ലേ? സാക്ഷ്യം എന്നതിന് പറയും. ഈ നമ്മുടെ കഥ പറയുമ്പോൾ നമ്മളെ ഫോക്കസ് ചെയ്ത് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പലപ്പോഴും നമ്മളിലാണ്, അല്ലേ? പക്ഷെ നമ്മുടെ കഥ പറയുമ്പോൾ അതിനകത്ത് പ്രധാന കഥാപാത്രം ആരായിരിക്കണം? കർത്താവായ യേശുക്രിസ്തുവിനെ ആയിരിക്കും. എങ്കിലേ നമ്മുടെ കഥ കേൾക്കുന്നവര് അവരുടെ കഥ ദൈവത്തോട് പറയുവാൻ അവരെ പ്രേരിപ്പിക്കത്തുള്ളൂ. അപ്പൊ നമ്മുടെ കഥ കേൾക്കുമ്പോൾ ഓരോരുത്തർ അവരുടെ കഥ പറയുവാൻ, ചിലപ്പോൾ നമ്മുടെ കഥ പറയുമ്പോൾ ചിലർ അവരുടെ കഥ നമ്മളോട് പറയും. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ നിങ്ങളെക്കാളും ബെറ്റർ ആണെന്ന് കാണിക്കാൻ. അങ്ങനെയും വരാം. എന്നാൽ പ്രധാനമായിട്ടും ഓരോരുത്തരെയും അവരുടെ കഥ ദൈവത്തോട് പറയുവാൻ പ്രേരിപ്പിക്കണം. അതാണ് നമ്മൾ ഈ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ വിതയ്ക്കുന്നവന്റെ ഉപമയും ആ ഉപമയിലൊക്കെ കാണുന്നത് കർത്താവ് കഥ പറയണം. നമ്മൾ സാധാരണ പിള്ളേരുടെ കഥ പറയാറുള്ളൂ. മുതിർന്നവരോട് യേശു മുതിർന്നവരോടും ആണ് കഥ പറയുന്നത്. അപ്പൊ ഇത് നമ്മള് ഇന്ന് തിരുവചനത്തിന്റെ മുൻപാകെ ആയിരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യും, നമുക്കൊന്ന് മടങ്ങിപ്പോയി മാനസാന്തരത്തെ കുറിച്ച് ഒന്നുകൂടി നമ്മുടെ ജീവിതത്തെ പരിശോധിക്കേണ്ടി ഇരിക്കുന്നു. നമ്മൾ ആ വിട്ടിട്ട് പോന്ന വലയും പടകും തിരിച്ചെടുത്തിട്ടുണ്ടോ? അപ്പൊ പലതരത്തിലുള്ള ഈ മനംതിരിവ് നമുക്ക് കാണാൻ കഴിയും. ഇംഗ്ലീഷിലാണ് പറയുന്നത് എബൌട്ട് ടേൺ എന്ന് പറയും, ഇല്ലേ? പൂർണ്ണമായിട്ടൊരു തിരിവാണ്. ഏത് വഴിയെ നമ്മൾ പോയാൽ അതേ വഴിയെ തിരിച്ചു വരികയാണ്. അപ്പൊ ഇവിടെ നമ്മൾ മടങ്ങി വന്നിട്ടില്ലെങ്കിൽ, നമ്മൾ വെളിപ്പാട് പുസ്തകം 7 സഭകൾക്കുള്ള ദൂത് വായിക്കുമ്പോൾ ഓരോന്നിനും ഒരു വാഗ്ദത്തമുണ്ട്, പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം ലഭിക്കാതെ പോകും. കാരണം കർത്താവ് പറയുന്നത്
നിങ്ങൾ മാനസാന്തരപ്പെട്ട് ജയിക്കുന്നവന് പ്രതിഫലമുള്ളൂ, ജയിക്കാത്തവന് പ്രതിഫലം ഇല്ലാതെ പോകും. ആദവും ഹവ്വായും ഏദൻ തോട്ടത്തില് അവര് ഭക്ഷിക്കാതിരുന്ന ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് ജയിക്കുന്നവന് ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഫലം തിന്നുവാൻ കൊടുക്കുമെന്ന്. അപ്പൊ അത് ലഭിക്കാതിരിപ്പാൻ തക്കവണ്ണം നമുക്കൊരു മനംതിരിവ് പലപ്പോഴും, ഓക്കെ, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ വിശ്വാസിയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, ഇനിയും അനുദിനമുള്ള എൻ്റെ ജീവിതത്തേക്കും എങ്ങനെ ഞാൻ കെട്ടിപ്പടുക്കുന്നു, അവിടെ മാനസാന്തരം ആണ്. അതുകൊണ്ടാണ് യോഹന്നാൻ തന്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തില് 9-ാം വാക്യത്തിൽ പറയുന്ന, കുഞ്ഞുങ്ങളെ ആരെങ്കിലും അഥവാ പാപം ചെയ്താൽ നമ്മളുടെ പാപം നാം അവനോട് ഏറ്റുപറയുന്നുവെങ്കിൽ നമുക്ക് നീതിമാനായ ഒരു മാധ്യസ്ഥനുണ്ട്, അവൻ തന്റെ രക്തത്താൽ നമ്മെ കഴുകും. അപ്പം നമുക്ക് വചനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മാനസാന്തരം ആവശ്യം ആണ്, സാധ്യമാണ്. വീണ്ടും അപ്പൊ ഇതിന്റെ പശ്ചാത്തലത്തില് സുവിശേഷത്തില് മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ അടുത്തേക്ക് തിരിഞ്ഞ അനേകം വ്യക്തികളുടെ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ശിഷ്യന്മാരുടെ കാര്യം നമ്മൾ കണ്ടു. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് പോവുകയാണ്. അതിന്റെ 9-ാം അധ്യായത്തില് അതിന്റെ 9 മുതലുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നു, യേശു തന്റെ ശുശ്രൂഷയില് കഫർനാമിലേക്ക് മടങ്ങി വരുമ്പോൾ യേശു കടന്നു പോകുന്ന വഴിക്ക് ചുങ്കസ്ഥലത്തിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുന്നു. 9-ാം അധ്യായം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്നു പേരുള്ള മനുഷ്യൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്നവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അനുഗമിച്ചു. മർക്കോസിന്റെ സുവിശേഷത്തില് ഇതേ വേദഭാഗമുണ്ട്. അവിടെ മർക്കോസ് രേഖപ്പെടുത്തുന്ന അൽഫായുടെ മകനായ ലേവി എന്നാണ്. ഈ മത്തായിയുടെ സുവിശേഷം എഴുതിയിരിക്കുന്ന മത്തായി തന്നെയാണല്ലോ എഴുതിയിരിക്കുന്നത്. അപ്പൊ മത്തായി തന്നെ കുറിച്ച് തന്നെ പറയുകയാണ്, യേശു കടന്നു പോകുന്ന വഴിക്ക് ചുങ്കസ്ഥലത്തിരിക്കുന്ന മത്തായിയെ കണ്ടു. മർക്കോസിന്റെയും ലൂക്കോസിന്റെയും സുവിശേഷത്തില് ലേവി എന്നാണ് നമ്മൾ കാണുന്നത്. ഈ വ്യക്തിയുടെ ജീവിതം നാം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ മത്തായിയുടെ ഡ്യൂട്ടി എന്തായിരുന്നു? ചുങ്കം പിരിക്കുക, ടാക്സ് കളക്ടർ ആയിരുന്നു അല്ലെ. ഇന്നും നികുതി പിരിക്കുന്നവർ വലിയ ആൾക്കാരാണ്, അല്ലെങ്കിൽ ടാക്സ് കളക്ടേഴ്സ് സമ്പന്നരാണ്. അപ്പൊ വലിയ സമ്പന്നനായ വ്യക്തിയാണ്. കാരണം അനുവദനീയമായ നികുതിയൊന്നുമല്ല പിരിച്ചിരുന്നത്. ഇപ്പൊ ഒരു അത്യാവശ്യം സമ്പത്തൊക്കെ ഉള്ള ഒരാൾ വരുമ്പോൾ നികുതി പിരിക്കുന്ന ആള് പറയും 1% അല്ലെങ്കിൽ 10% പിരിക്കാൻ അവകാശമുള്ളതെങ്കിൽ നിങ്ങൾക്ക് വരുമാനം കൂടുതലുണ്ട്, അതുകൊണ്ട് നിങ്ങൾ 15% തരണം. ഈ 15% തരികയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ടാക്സ് പിരിക്കുന്ന ആളുടെ പ്രതികരണം? അദ്ദേഹം പറയും, നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ലേ, എന്നാ നിങ്ങളെ എന്ത് ചെയ്യാൻ പോവാ, അറസ്റ്റ് ചെയ്ത് റോമൻ പടയാളികൾക്ക് കൈമാറും. കാരണം ഈ നികുതി പിരിക്കുക എന്ന് അന്ന് ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദ, ഇന്ന് നാം കാണുന്ന ഇസ്രായേൽ രാജ്യത്തെ ഭരിച്ചിരുന്നത് റോമൻ സാമ്രാജ്യമാണ്. റോമൻ സാമ്രാജ്യത്തിന്റെ കീഴില് ഉള്ള ഒരു സ്ഥലമായിരുന്നത്. അവിടുത്തെ ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. ചുങ്കം പിരിക്കുവാൻ വേണ്ടി ചില ആളുകളെ റോമൻ അധികാരികൾ നിയമിച്ചിരുന്നു. അത് ചിലപ്പോൾ ടെൻഡർ വെച്ചായിരിക്കും. എങ്ങനെയാണെങ്കിലും ഈ വ്യക്തികള് നികുതി റോമാക്കാർക്ക് വേണ്ടി പിരിച്ചു. അപ്പൊ അവര് നികുതി പിരിച്ചപ്പോൾ യഹൂദന്മാര് ഇവരെ വെറുത്തു.
വെറുക്കപ്പെട്ടവരായിരുന്നു ഇവര്. അതുകൊണ്ട് ഇവരെ ഒരു മാന്യതയുള്ള ഒരു നല്ല യഹൂദൻ ഇവരുമായിട്ട് സമ്പർക്കം പുലർത്തും. അവര് വീട്ടിൽ പോകത്തില്ല, ഇവരെ ഒരു സദ്യക്ക് വിളിക്കത്തില്ല, ഇവരുമായിട്ടൊരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടത്തില്ല, ഇവരെ സിനഗോഗിൽ കയറ്റത്തില്ല. അവര് സിനഗോഗിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ സിനഗോഗിനകത്ത് കയറ്റത്തില്ല, പ്രാകാരത്തിലല്ലേ വാതുക്കലൊക്കെ നിന്ന് പോകാം. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തില് യേശു പറയുന്നുണ്ട്, ചുങ്കക്കാരൻ വന്ന് പ്രാകാരത്തിൽ അല്ലെ വെളിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് തല ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ പാപിയായ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ. അപ്പൊ ഈ ചുങ്കക്കാരൻ പണമുണ്ടായിരുന്നു, റോമൻ പദവി ഉണ്ടായിരുന്നു, റോമൻ പടയാളികളും ഉണ്ടായിരുന്നു കൂടെ. കാരണം നികുതി എല്ലാവരും സ്വാഭാവികമായിട്ട് കൊടുക്കാറില്ല. ഇന്നും നമ്മൾ കൊടുക്കത്തില്ലല്ലോ. ഏതെങ്കിലുമൊക്കെ വിധത്തില് നമ്മൾ ഗവൺമെന്റിനെ പറ്റിക്കാവോ അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാവോ എന്ന് നോക്കും. പക്ഷെ അന്നും ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ നികുതി മേടിക്കാൻ വേണ്ടി നികുതി പിരിക്കുന്നവർക്ക് സെക്യൂരിറ്റി ഗാർഡായിട്ട് റോമൻ പടയാളികളും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ മത്തായിയെ യേശു എന്ത് ചെയ്തു? യേശു കണ്ടു. അല്ലെ, അതല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, യേശു നിങ്ങളെയും എന്നെയും കണ്ടില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു നമ്മുടെ ജീവിതത്തില്? ഒന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചു. യേശു എന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് എന്റെ ജീവിതം എങ്ങനെയായിരുന്നു? ഞാൻ എവിടെ ആയിരുന്നു? നമ്മള് ഇപ്പോൾ അത്യാവശ്യം നല്ല ബുദ്ധി, ആരോഗ്യവും നല്ലൊരു ജോലിയൊക്കെ ഉണ്ട്, നമ്മൾ സമ്പന്നനായിട്ടൊക്കെ ജീവിക്കുമായിരിക്കും, അല്ലെ സമൃദ്ധിയായിട്ടോ അല്ലെ. പക്ഷേ യേശു നമ്മളെ കണ്ടില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെയായിരുന്നേനെ എന്നൊന്ന് ചിന്തിക്കുക. യേശു കണ്ടു കഴിഞ്ഞപ്പോൾ, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ, നമ്മൾ ആദ്യം വായിച്ച വേദഭാഗത്തെ പോലെ പടകും വലയും വിട്ട് യേശുവിനെ അനുഗമിച്ചതുപോലെ മത്തായി ഇവിടെ അവൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് യേശുവിനെ അനുഗമിക്കും. ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഇനി മത്തായിക്ക് ഈ ജോലി തിരിച്ചെടുക്കാൻ പറ്റുമോ? ഗവൺമെന്റ് ജോലിയായിരുന്നു ഇല്ലേ? അന്നത്തെ റോമൻ സാമ്രാജ്യത്തിന്റെ, ലോകത്തെ അടക്കി ഭരിച്ചിരുന്ന റോമൻ ഗവൺമെന്റിന്റെ ഒരു ജോലിക്കാരനായിരുന്നു. അപ്പൊ ഇത് ഇവിടെ നിന്ന് ഇത് വിട്ടിട്ട് പോയാല് പിന്നെ ഇത് തിരികെ കിട്ടത്തില്ല. ഒരു ഗവൺമെന്റ് ജോലി. ഇന്ന് ഇവിടെ നമ്മുടെ ഇടയിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഇല്ലെന്ന് തോന്നുന്നു. അപ്പൊ ഒരു ജോലി, പ്രൈവറ്റ് കമ്പനിയാണെങ്കിൽ നമുക്ക് വേറൊരു പ്രൈവറ്റ് കമ്പനി കയറി അല്ലെങ്കിൽ വേറെ സർക്കാർ ജോലി തിരികെ കയറാൻ ഒന്ന് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ തിരികെ കയറാൻ പ്രയാസമാണ്. അപ്പൊ ഇവിടെ മത്തായി അത് ഉപേക്ഷിച്ച് കഴിഞ്ഞ് പോയി പൂർണ്ണമായിട്ടും വിട്ടു. ഉപേക്ഷിച്ച് കഴിഞ്ഞ് നമ്മളാരും ചെയ്യാത്ത ഒരു പരിപാടി കൂടി മത്തായി ചെയ്തു. എന്താണെന്നറിയാവോ? എന്താ ചെയ്തത്? എല്ലാരും അവിടെ ഇവിടെ നിന്ന് പയ്യാളൊക്കെ പറയുന്നുണ്ട്. ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് സദ്യ കൊടുത്തു. നമ്മൾ ആരെങ്കിലും ജോലി നഷ്ടപ്പെട്ട് നമ്മൾ സദ്യ കൊടുക്കാറുള്ളൂ. ജോലി നഷ്ടപ്പെട്ട് പിറ്റേ ആഴ്ച ഇവിടെ വരുമ്പോൾ സാമ്പ്രദരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ ജോലി പോയി, എനിക്കൊരു പുതിയ ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ട ആരെങ്കിലും സാമ്പ്രദരെ അല്ലെങ്കിൽ ബ്രദർ റിക്കി, നമുക്ക് എല്ലാവർക്കും കൂടെ ഞാൻ നിങ്ങളെ എന്റെ ജോലി നഷ്ടപ്പെട്ടതിന്റെ പേര് എലൈറ്റ് ഹോട്ടലിൽ കൊണ്ടുപോയി ഒരു മീൽസ് ഔട്ടിന് പോകാന്ന് നമ്മളാരും പറയാറില്ല. പക്ഷെ ഇവിടെ മത്തായി വീട്ടിലൊരു സദ്യ ഒരുക്കി. സ്നേഹിതരെ എല്ലാം വിളിച്ചുകൂടി. ആരായിരിക്കും ഈ സ്നേഹിതര്? ഈ സമൂഹത്തിലുള്ള ശ്രേഷ്ഠന്മാരായിരിക്കുമോ? അതായത് മത്തായിക്ക് സമ്പർക്കമുണ്ട്. യഹൂദന്മാര് ആരും
മത്തായിയായിട്ട് ബന്ധപ്പെടത്തില്ലായിരുന്നു, അവരുടെ വീട്ടിൽ കയറ്റത്തില്ലായിരുന്നു, അവരുടെ സദ്യക്ക് വിളിക്കത്തില്ലായിരുന്നു, സിനഗോഗില് കയറ്റത്തില്ലായിരുന്നു. പക്ഷേ അതിനകത്ത് തന്നെ നമുക്ക് ഊഹിക്കാം, ബന്ധം ഉണ്ടായിരുന്ന ഒരു വേറെ ടാക്സ് കളക്ടേഴ്സ്, ചുങ്കക്കാരും പാപികളും അല്ലെ. പരീശന്മാര് ചോദിക്കുന്നുണ്ട് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഗുരു എന്തോ ഒരു മനുഷ്യനാണ് അല്ലെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ എന്തോ ഒരു മനുഷ്യനാണ്, പാപികളുടെ കൂട്ടത്തില് യഹൂദ മതത്തെ യഹൂദ മതത്തെ തള്ളിപ്പറയുന്നവരാണല്ലോ റോമൻ സാമ്രാജ്യത്തെ കൂട്ടി നിൽക്കുന്നത്. അങ്ങനെ ഒരു മനുഷ്യന്റെ വീട്ടിൽ പോകുന്നു. ഇതാണ് കർത്താവ് വിളിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യേശു വേറൊരു കാര്യം കൂടെ പറഞ്ഞു. യേശു മത്തായിയെ വിളിച്ചപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ചോദിക്കുന്നുണ്ടോ മത്തായിയോട്? എടാ മത്തായി, എന്റെ ഭാഷയെ പറയണ, ഞാൻ എടാ നോക്കുമ്പോ നിങ്ങൾക്ക് ആർക്കും പ്രശ്നമൊന്നും ഉണ്ടാകില്ല. എടാ മത്തായി, നീ എന്തോ ഈ കാണിച്ച് നമ്മുടെ മതത്തെയും നമ്മുടെ രാജ്യത്തെയും നമ്മുടെ ന്യായപ്രമാണത്തെ എല്ലാം തള്ളിക്കളഞ്ഞിട്ട് ജാതീയ ഗവൺമെന്റിന് പക്ഷത്ത് ചേർന്നു. അങ്ങനെ വല്ല ചോദിക്കുന്നുണ്ടോ? ഇല്ല. യേശു മത്തായിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ആകെ പറയുന്നൊരു, എന്നെ അനുഗമിക്കുക. മത്തായി അനുഗമിച്ചു. താൻ അനുഭവിച്ച ആ വിളിയിൽ, അത് അവിടെ ഒരു സുവിശേഷത്തിന്റെ ശക്തിയാണ്. നമ്മൾ മർക്കോസിന്റെ സുവിശേഷം, ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ അല്ലെ സുവിശേഷത്തിന്റെ ശക്തിയെ അനുഭവിച്ചറിഞ്ഞ മത്തായി തന്നിൽ മാത്രം ഒതുങ്ങി നിന്ന് എന്റെ ഒരു അനുഭവമായിട്ടല്ല, മറിച്ച് തന്റെ അനുഭവം, തന്റെ കഥയാണ്. ആ കഥ തന്റെ സഹോദരങ്ങൾ, താൻ സ്നേഹിക്കുന്നവർ, തന്നെ പോലെയുള്ളവര് പങ്കുവയ്ക്കുവാൻ അവരെ വിളിക്കുകയാണ്. ഇത് നമ്മളുടെ ജീവിതത്തില് നമ്മളും ചെയ്യേണ്ട മത്തായിയുടെ ജീവിതത്തിൽ വന്ന മാറ്റം നോക്കി. അവൻ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് അനുഗമിച്ചു. ഈ മത്തായിയുടെ സുവിശേഷം 8ഉം 9ഉം അധ്യായം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ 10 അത്ഭുതങ്ങളാണ് കാണുന്നത്. ആദ്യത്തെ 3 അത്ഭുതങ്ങള് പക്ഷപാതക്കാരന്റെ, കുഷ്ഠരോഗിയുടെ, പിന്നെ ശതാധിപന്റെ മകളെ സൗഖ്യമാക്കുന്നു. മൂന്നും രോഗസൗഖ്യത്തെ കുറിച്ചാണ് പറയുന്നത്. കുഷ്ഠരോഗത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. അന്നത്തെ കാലത്ത് ഏതെങ്കിലും കുഷ്ഠരോഗിക്ക് വേറൊരാളുടെ അടുത്ത് വരാൻ അനുവാദമുണ്ടായിരുന്നു? ഇല്ല. അവനെ മാറ്റി നിർത്തിയിരുന്നു സമൂഹത്തിൽ നിന്ന്. അശുദ്ധൻ ആരെങ്കിലും അവന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ അവൻ വിളിച്ചു പറയേണ്ടിയിരുന്നു അശുദ്ധൻ എന്ന്. ഇന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഞാന് അശുദ്ധനായിട്ട് എന്റെ അടുത്തേക്ക് ആരെങ്കിലും വരുന്നു, അശുദ്ധൻ എന്ന് ഞാൻ വിളിച്ചു പറയേണ്ട അവസ്ഥ. നമ്മളും പല രോഗങ്ങൾക്ക് അടിമകളാണ് അല്ലേ. ഈ രോഗം പലപ്പോഴും ഇന്നത്തെ ശാരീരികമായിട്ടുള്ള രോഗം, പാപത്തിൻ്റെതായ ഒരു രോഗം പലരെയും പിടിച്ചിട്ടുണ്ട്. ഈ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്ന വ്യക്തി അവൻ വന്ന് യേശുവിനോട് പറയുകയാണ്. എന്താ പറയുന്നത്? നിനക്ക് മനസ്സുണ്ടെങ്കിൽ. യേശു പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട്. അവനെ തൊട്ടു. എനിക്ക് ഒരു അശുദ്ധനെ യേശു തൊട്ടു. നമ്മള് പ്രാർത്ഥിച്ചപ്പോൾ സ്തോത്രം ചൊല്ലി പറഞ്ഞു, കുഴഞ്ഞ ചേറ്റിലും നാശകരമായ കുഴിയിലും കിടന്ന എന്നെ അവൻ കരം നീട്ടി. ഈ കുഴി കിടക്കുന്നവനെ കയറ്റണമെങ്കിൽ കരം പിടിച്ചല്ലേ കയറ്റാൻ പറ്റത്തുള്ളൂ. ചെളിയിൽ കിടക്കുന്നവനെ
അവ കരം പിടിച്ച് അവൻ കർത്താവ് ചെയ്യുന്ന ദൈവം എന്തുമാത്രം നമ്മെ സ്നേഹിക്കുന്നു. അവൻ ബാക്കിയുള്ളവരെല്ലാം അശുദ്ധൻ എന്ന് മുദ്ര കുത്തിയിട്ടും കർത്താവ് അവനെ തൊട്ട് അവൻ സൗഖ്യം പ്രാപിച്ചു. ഈ കർത്താവ് തന്നെയാണ് നിങ്ങളെയും എന്നെയും തൊട്ടത്. അവൻ നമ്മളെ തൊട്ടത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഉള്ളത്. അവന്റെ കരം നമ്മെ സ്പർശിച്ചത് കൊണ്ടാണ്. നമ്മളെ തൊട്ടില്ല എങ്കിൽ നമ്മൾ ഇന്നും ആ കുഴഞ്ഞ ചേറ്റിലൊക്കെ ആയിരിക്കും. നമ്മൾ ഭംഗിയുള്ള വസ്ത്രവും നല്ല അണിഞ്ഞൊരുങ്ങിയൊക്കെ, പക്ഷെ കിടപ്പ് ചേറ്റിൽ തന്നെ ആയിരിക്കും. പക്ഷേ കർത്താവ് ഈ രോഗികള് അന്നത്തെ കാഴ്ചപ്പാട് ഇവരെ അകറ്റി നിർത്തിയിരുന്നു. പക്ഷപാതക്കാരനോട് കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്. പക്ഷപാത രോഗി യേശു സൗഖ്യപ്പെടുത്തിയപ്പോ 9-ാം അധ്യായത്തിന്റെ ആദ്യത്തെ അത്ഭുതം, പക്ഷപാതക്കാരനോട് യേശു പറഞ്ഞു. യേശുവിനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ, ഈ പക്ഷപാതക്കാരനെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ യേശു പറയുകയാണ്, മകനെ നീ സൗഖ്യപ്പെടാനാണോ പറയുന്നത്? എഴുന്നേറ്റ് കിടക്കെടുക്കാനാണോ പറഞ്ഞത്? നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. ചിന്തിച്ചു നോക്കിയേ, അവന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. അത് ഈ പാപമാണ് പലപ്പോഴും നമ്മളെ രോഗികളാക്കി തീർക്കുന്നത്. നമ്മുടെ ഹാർട്ട് അറ്റാക്കിന്റെയും നമ്മുടെ പ്രഷറിന്റെയും നമ്മുടെ ടെൻഷനും ഒക്കെ പലപ്പോഴും പാപത്തിൽ നിന്ന് ഉണ്ടാകുന്നു. നമ്മുടെ പാപം പലപ്പോഴും നമ്മളെ രോഗികളാണ്. അപ്പൊ ഈ പാപമാണ് ഈ പക്ഷപാതക്കാരനെ വാസ്തവമായിട്ടും ബന്ധിച്ചിട്ടിരുന്നത്, അല്ലേ? അപ്പൊ അവന് ആവശ്യമായിട്ടുണ്ടായിരുന്നത് പാപക്ഷമയാണ്. ആ പാപക്ഷമ യേശു അവന് കൊടുക്കുകയാണ്. യേശു കൊടുത്തിട്ട്, മകനെ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു. രോഗസൗഖ്യം കൊടുക്കുന്നത് വളരെ എളുപ്പം, പക്ഷെ പാപം ക്ഷമിക്കുക എന്ന്, അവനെ പാപം ക്ഷമിച്ച് ഒരു സൗഖ്യം കൊടുത്തു. മത്തായിയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പാപി എന്ന് മുദ്ര കൊണ്ടു, ഇല്ലേ? യഹൂദന്മാര്, ശാസ്ത്രിമാരും പരീശന്മാരും ശിഷ്യന്മാരോട് ചോദിച്ച, നിങ്ങളുടെ ഗുരു പാപികളോടും ചുങ്കക്കാരോടും, അന്നത്തെ അറിയപ്പെട്ടിരുന്ന പാപികളാണ്, അല്ലെ? സമൂഹത്താൽ മുദ്ര കുത്തപ്പെട്ട പാപികളോടുകൂടെ ഈ മത്തായിയെ വിളിക്കുമ്പോൾ യേശുവിന്റെ വിളിയാൽ തന്നെ അവന്റെ ആ പാപം, അല്ലെ, ചുങ്കക്കാരനെ മേൽ കുത്തിയിരുന്ന ആ പാപ ജീവിതത്തിൽ നിന്ന് അവന് വിടുതലായി. പിന്നീട് മത്തായി അവിടുന്ന് എഴുന്നേറ്റ് പോയി കഴിയുമ്പോൾ പിന്നെ തിരികെ അതിലേക്ക് വരുന്നില്ല. വന്നോ? ഇതെല്ലാം ഉപേക്ഷിച്ച് പോയി മത്തായിക്ക് എന്ത് കിട്ടി? എന്താ കിട്ടിയത്? എന്ത് കിട്ടിയെന്നാ നിങ്ങൾ ചിന്തിക്കുന്നത്? ഇവിടെ ഈ കഫർനാം എന്ന് പറയുന്നത് യേശുവിന്റെ ശുശ്രൂഷയുടെ പ്രധാന കേന്ദ്രമാണ്, അല്ലെ? യേശു സന്ദർശിച്ച വീട് വേദപണ്ഡിതന്മാർ പറയുന്ന പോലെ മിക്കവാറും പത്രോസിന്റെയും ശിമോന്റെ വീട്ടിലായിരുന്നിരിക്കാം. അവര് യേശു അവിടെ ചെന്നപ്പോ ഈ പക്ഷപാത രോഗിക്കായി കൊണ്ടുവന്നത് വഴി, അല്ല അവിടുത്തെ ശുശ്രൂഷ വഴി അവർക്ക് എന്ത് കിട്ടി? അവരുടെ വീടിന്റെ മേൽക്കൂര പോയി. ഒന്ന് ചിന്തിച്ചു നോക്കി. അവർക്ക് കിട്ടിയത് അവരുടെ വീടിന്റെ മേൽക്കൂര പോയി. അത് പൊളിച്ചാണല്ലോ ഈ രോഗിയെ അവിടെ നടുവിലേക്ക് ഇറക്കിയത്. ഇപ്പൊ ഈ മത്തായിക്ക് എന്ത് കിട്ടി? ജോലി പോയി, കിട്ടിയില്ല. പാപം മോചിച്ച് കിട്ടി, നിശ്ചയമായിട്ടും കിട്ടി. അവസാനം മത്തായിക്ക് എന്ത് കിട്ടി? രക്തസാക്ഷിത്വം കിട്ടി. മത്തായി രക്തസാക്ഷിയായി തീരുകയാണ് ചെയ്തത്. അതായത് മത്തായിക്ക് രക്തസാക്ഷിയാകുവാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ഏറ്റവും വലിയ സമ്പത്ത്. അവൻ നിത്യജീവൻ പ്രാപിച്ച് നിത്യജീവിതത്തില് വലിയ പ്രതിഫലത്തിന് ഉടമയായി തീർന്നു.
ശിഷ്യന്മാർ ഓരോരുത്തരെ എടുക്കുക. പൗലോസ് പിന്നെ കർത്താവ് ദമസ്കസിലേക്ക് പോയ ശൗലിനെ യേശു കണ്ടപ്പോൾ ശൗലിന്റെ ജീവിതത്തിൽ മാറ്റം വന്ന് ശൗലിന്റെ ജീവിതാവസാനം എങ്ങനെയായിരുന്നു? രക്തസാക്ഷി, വാളാൽ കൊല്ലപ്പെട്ടു, ഇല്ലേ? തിരശ്ചേദം ചെയ്യപ്പെട്ടു. ഈ പത്രോസോ ക്രൂശിൽ തറയ്ക്കപ്പെട്ടു. ഇന്ന് പത്രോസിനെ ക്രൂശിൽ തറയ്ക്കുകയും പൗലോസിനെ വാളിനാൽ കൊല്ലുകയും ചെയ്ത് തിരശ്ചേദം ചെയ്യുകയും ചെയ്ത് ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, പത്രോസ് റോമൻ പൗരനായിരുന്നു എന്നതുകൊണ്ടാണ്. റോമൻ പൗരന്മാരെ ക്രൂശിൽ തറച്ചിരുന്നില്ല, അതുകൊണ്ടാണ്. പത്രോസ് റോമൻ പൗരനല്ലായിരുന്നു, അതുകൊണ്ട് പത്രോസിനെ ക്രൂശിൽ. അപ്പോൾ ഇവരുടെ എല്ലാം ജീവിതത്തിന്റെ അവസാനം അവർക്ക് കിട്ടിയത് എന്താണെന്ന് നമ്മൾ ചിന്തിക്കും. ഇപ്പൊ ഇന്ന് നമ്മൾ വിശ്വാസത്തിലൊക്കെ വന്ന് നമ്മൾ പലപ്പോഴും വലിയ ഞാൻ വിശ്വാസത്തിൽ വന്നതുകൊണ്ട് എനിക്ക് കിട്ടി. എന്ത് കിട്ടി? നമുക്ക് കിട്ടുന്ന സമ്പത്തല്ല പ്രിയരെ, നമുക്ക് കിട്ടുന്ന വീടല്ല, നമുക്ക് കിട്ടുന്ന ജോലിയല്ല. അതിലുപരിയായിട്ട് നമുക്ക് കർത്താവായ യേശുവിനെ കിട്ടിയെങ്കിൽ അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആ ലഭിക്കുന്ന പ്രതിഫലം നമ്മുടെ ജീവനെ സമർപ്പിക്കുവാൻ കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള അനുഭവം. ആകയാല് നമുക്ക് ഇന്ന് ഒരു മനംതിരിവ് ആവശ്യമായിരിക്കുന്നു. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായ മനംതിരിവ്. നമ്മളിൽ പലരും ചിലപ്പോൾ നിങ്ങളും ഞാനും ഉൾപ്പെടെ തിരികെ പോയി വലയെടുത്തിട്ടുണ്ടെങ്കിൽ, വള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെ പടകില് നാം ഉപേക്ഷിച്ചു പോകുന്നതിലേക്ക് തിരികെ പോയിട്ടുണ്ടെങ്കിൽ, ഇനി അതല്ല ചിലത് വിട്ടിട്ടില്ല എങ്കിൽ നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ന് വീണ്ടും ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, കർത്താവ് നമ്മളോട് പറയുന്നത്, നമ്മുടെ കുറവ് എന്താണെന്ന് കണ്ടെത്തി മാനസാന്തരപ്പെടുവാനാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വാസ്തവമായിട്ടും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായി, ഇല്ലെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് പോയിടത്ത് തന്നെ തിരികെ വന്നിരിക്കുന്നവരായി. ബാർത്തിമിയോസ് അവന്റെ പുതപ്പ് അവൻ വലിച്ചെറിഞ്ഞു, ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് മടങ്ങി വന്നു. കാഴ്ച ലഭിക്കണമെന്ന് തിരികെ പോയി കർത്താവിനെ കണ്ടെത്തിക്കഴിഞ്ഞ് തിരികെ പോയി അവിടെ ഇരുന്ന് വീണ്ടും പുതപ്പിട്ട് ഭിക്ഷ യാചിക്കുന്നില്ല. സന്തോഷത്തോടുകൂടി തുള്ളിച്ചാടി കർത്താവിനെ അനുഗമിച്ചതായിട്ട് ആണ് നാം കാണുന്നത്. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മളെ കർത്താവിനെ വിശ്വസിക്കാൻ മാത്രമല്ല, ഉപദ്രവങ്ങളും സഹിക്കാനാണല്ലോ നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള ഒരു സന്ദേശമാണല്ലോ നമുക്ക് എന്ന് നമ്മൾ കേട്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ എന്തെങ്കിലും നേട്ടം, ഭൗതികമായുള്ള ഒരു നേട്ടം നോക്കി നമ്മൾ ഈ ഭൂമിയിലേക്ക് നമുക്ക് കർത്താവിനെ അനുഗമിക്കാൻ തുടങ്ങിയാൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ശരിക്കും കർത്താവിനെ, സർവസൃഷ്ടിയായ സർവശക്തനായ ദൈവത്തെ ശരിക്കും മനസ്സിലായിട്ടില്ല എന്ന് മാത്രം നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഈ സർവസൃഷ്ടിയായ ദൈവം നമുക്ക് എന്താ ഏറ്റവും നല്ലതെന്ന് അറിയുന്ന ദൈവം, ആ കർത്താവ് ഒരു നല്ലതെന്ന് പറഞ്ഞ് നമുക്ക് തരാൻ, നമ്മൾ ആ കർത്താവിനെ അറിഞ്ഞാൽ ആ കർത്താവ് ഒക്കെയും നല്ലത് മാത്രമേ ചെയ്യുള്ളൂ, ഏറ്റവും വിലയേറിയതും ഉയർന്നത് മാത്രമേ ചെയ്യുള്ളൂ. എൻ്റെ ചിന്ത നിങ്ങളുടെ ചിന്തയല്ല, അത് ഉയർന്നതാ എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രിയപ്പെട്ട, നമുക്കറിയാൻ മനസ്സിലാക്കാൻ സാധിക്കും, നമ്മളുടെ ചിന്തകൾ വളരെ പരിമിതിയുള്ള ചിന്തകളാണ്. ബട്ട് സർവത്തെയും അറിയുന്ന കർത്താവിന് നമുക്ക് ഏറ്റവും നല്ലത്, ഏറ്റവും വിലയേറിയത്, ഏറ്റവും മഹത്വമേറിയത് ഏതാണെന്ന് കർത്താവിന് അറിയാൻ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അതിന് ബുദ്ധിമുട്ടുകളും പ്രയാസം വന്നാൽ അത് നമുക്ക് ദോഷത്തിനല്ല, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി. ഒരു റോമർ 8:28 കാണുന്നല്ലോ, അവനെല്ലാം നന്മയ്ക്ക് വേണ്ടി അവനെ വിളിച്ച് അവന്റെ നിർണയപ്രകാരം വിളിച്ചിരിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്ക് വേണ്ടി മാത്രമാക്കി തീർക്കുന്ന ദൈവം. അതുകൊണ്ട് ഉപദ്രവങ്ങൾ വന്നാലും അതിന്റെ പിന്നിൽ ഒരു വലിയ നന്മ
ഉണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കണം പ്രിയപ്പെട്ടവർ. യേശു കർത്താവ് മരണത്തിൽ കൂടെ കടന്നപ്പോൾ നമ്മളെ എല്ലാം രക്ഷിച്ച ഒരു നന്മയാ ദൈവം കണ്ടത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്ക് പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്നാൽ ഉടനെ അയ്യോ ഇങ്ങനെയാണോ നമ്മൾ ക്രിസ്തീയ ജീവിതം ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതിനകത്തൊരു വലിയ നന്മ ദൈവം നമ്മൾ മുഖാന്തരം നമുക്ക് അത് ആ പ്രയാസം കടത്തിക്കൊണ്ടു പോകുന്നതിന്റെ പൊന്നൽ നീ അത് കടന്നു പോയാൽ നിൻ മുഖാന്തരം എനിക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ടെന്ന് കർത്താവ് അതിനകത്ത് ചിന്തിച്ച് പ്രവർത്തിക്കുക പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ സംശയിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ രീതിയിൽ നമ്മളെ ഉപദ്രവങ്ങളും പ്രയാസങ്ങളും നഷ്ടങ്ങളെല്ലാം നഷ്ടമല്ല. പൗലോസ് പിന്നെ പറയാൻ തുടങ്ങി, ഞാൻ എന്തെല്ലാം ലാഭം എന്ന് വിചാരിച്ചോ അതെല്ലാം ചപ്പും ചവറുമായി ആയിത്തീരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നല്ലവനായ ദൈവത്തെ, ശക്തനായ ദൈവത്തിന്, വല്ലഭനായ ദൈവത്തെ, അറിവിലും ജ്ഞാനത്തിലും എല്ലാം അറിയുന്ന ദൈവത്തിന്റെ കരങ്ങളെ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് ജീവിക്കാം. ദൈവം നമ്മളെ ദോഷത്താൽ പരീക്ഷിക്കത്തില്ല, ഒരു ദോഷം ചെയ്യത്തില്ല. എല്ലാം നന്മയ്ക്ക് വേണ്ടി ഭൂമി വളരെ പ്രയാസത്തിൽ കൂടെ പോയാലും വളരെ സമാധാനവും സന്തോഷം നിറഞ്ഞുള്ളൊരു ജീവിതമായി തീരുന്നുള്ള ഒരു സംശയമില്ല. പിന്നെ ഈ ചുരുങ്ങിയ ജീവിതം എന്ന് പറയുന്ന ഒരു കടന്നു പോകുന്ന ഒരു യാത്ര തന്നെയാണ്. നിത്യമായിട്ട് നമ്മൾ വസിക്കാൻ പോകുന്ന ഒരു സ്ഥാനമുണ്ട്. അത് നമുക്ക് ഏറ്റവും കേന്ദ്രീകരിക്കേണ്ടത്. നമ്മൾ ഈ 15, 20, 30 വർഷത്തിന് വേണ്ടി ഇത്ര അധ്വാനിക്കുമെങ്കിൽ ഓർത്തോണം പ്രിയപ്പെട്ടവരെ, നിത്യമായിട്ടൊരു സ്ഥാനം നമുക്ക് കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണോ നമ്മൾ നോക്കേണ്ടത്? നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. അതാ ഏറ്റവും നമ്മൾ കേന്ദ്രീകരിച്ച് ജീവിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ മാത്രം പോയാൽ പോരാ, നമ്മുടെ കൂടെ നമ്മുടെ സഹോദരൻ എവിടെയെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നമ്മുടെ സഹോദരനെയും സഹോദരിയും കൂടെ ഓർക്കേണ്ട ആവശ്യമുണ്ട്. അവരെയും കൂടെ അതിൽ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. പ്രാർത്ഥിച്ച് നമ്മൾ വളരെ ഭയഭക്തിയോടെ ജീവിക്കാൻ ദൈവം നമ്മളെ ഇടയാക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് കൊടുത്ത സന്ദേശത്തിന് വേണ്ടി സ്തോത്രം. ഞങ്ങൾക്ക് ഓർപ്പിച്ച സത്യങ്ങൾക്ക് വേണ്ടി സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുമ്പോൾ കർത്താവെ, അങ്ങയെ വിശ്വസിക്കാൻ മാത്രമല്ല ഉപദ്രവങ്ങളും കൂടെ സഹിക്കാൻ നിങ്ങളെ വരം നൽകിയിരിക്കുന്ന ഫിലിപ്പിയർ 1:29 ഞങ്ങൾ വായിക്കുന്നത്. കർത്താവെ, ആ രീതിയില് കർത്താവെ അങ്ങ് ഞങ്ങളെ കൈപ്പിടിച്ച് നടത്തണമേ. അധൈര്യപ്പെടാതെ അങ്ങേ നോക്കി ഞങ്ങൾ യാത്ര ചെയ്ത് മടങ്ങി വരാണ്. ഞങ്ങൾക്ക് മനംതിരിഞ്ഞിന്റെ ഇടയത്ത് ഞങ്ങൾ ഏതെങ്കിലും കേന്ദ്രീകരിച്ചാവുന്നല്ലോ, ഏതെങ്കിലും ഭൗതിക നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ അങ്ങേ അനുഗമിക്കാൻ തുടങ്ങിയായിരുന്നു. നിങ്ങളെ കർത്താവെ, അതിൽ നിന്നും മടങ്ങി വന്ന് യഥാർത്ഥമായിട്ട് കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു സ്നേഹ നിമിത്തം ഞങ്ങൾ അങ്ങേ അനുഗമിക്കാൻ ഇടയാക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി ജീവനെ കൊടുത്ത് കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടി ജീവനെ കൊടുത്തിട്ട് സ്നേഹിച്ച കർത്താവിനെ ഞങ്ങൾ എങ്ങനെ ഞങ്ങൾക്ക് ദോഷം ചെയ്യുന്ന ഞങ്ങൾ ചിന്തിക്കാൻ പറ്റുന്ന ഒരിക്കലുമില്ല. കർത്താവെ, ഞങ്ങൾക്ക് നന്മ മാത്രം നോക്കി ഞങ്ങളെ നടത്തുന്ന ദൈവത്തിന് വേണ്ടി സ്തുതിക്കുകയും ഞങ്ങളെ ആ രീതിയിൽ ഞങ്ങളെ നന്ദിയുള്ളവരായിട്ട് ജീവിക്കാൻ അങ്ങേ മാത്രം നോക്കി ഞങ്ങളെ എല്ലാം മുഴുവൻ ഹൃദയത്തോടും മുഴുവൻ ശക്തിയോടും മുഴുവൻ മനസ്സോടും അനുഗമിച്ച് ജീവിക്കാൻ ഞങ്ങളെ ഇടയാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് വേണ്ടി സ്തോത്രം. ഞങ്ങൾ ഓർമ്മിച്ച സത്യങ്ങൾക്ക് വേണ്ടി സ്തുതിക്കുന്നു. പ്രിയമാകനെയും ബലപ്പെടുത്തിയതിനു വേണ്ടി സ്തുതിക്കുന്നു. കർത്താവ്, ഞങ്ങൾ കേട്ട കാര്യങ്ങൾക്ക് ഞങ്ങൾ വിശ്വസ്തരായിരിക്കാൻ ദൈവം ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ വിശ്വസ്തരായിരിക്കാൻ ഞങ്ങൾ ഇടയാക്കണമേ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് വേണ്ടി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ സ്തോത്രത്തോട് അപേക്ഷിക്കുന്നു നല്ല പിതാവേ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസം കേട്ട വചനങ്ങളിൽ മേലും ഇപ്പോഴും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ.